കഴക്കൂട്ടത്ത് ഓടിട്ട ഒരു വീട് തകർന്നു. കഴക്കൂട്ടം പുല്ലാട്ടുകരി ലക്ഷം വീട്ടിൽ സിന്ധുവിന്റെ വീടാണ് തകർന്നത്. മരം കടപുഴകി വീടിന്റെ മേൽക്കൂരയിൽ വീഴുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. സർജറി കഴിഞ്ഞ് രോഗിയടക്കം 7ഓളം പേരാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. തലസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴയിൽ ഒന്നിലധികം വീടുകളാണ് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും തകർന്നത്. ഞാനിപ്പോഴുള്ളത് കഴക്കൂട്ടം ഭാഗത്തെ പുല്ലാട്ടുകരി ലക്ഷം വീട്ടിലാണ്. ഇവിടെ സിന്ധുവിൻ്റെ വീട് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് തൊട്ടടുത്ത് നിന്ന കൂറ്റൻ ആഞ്ഞിൽ മരം അടുക്കള ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. എന്തായാലും വീടിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും വീടിൻ്റെ മുഴുവൻ ഭാഗത്തേക്കാണ് ഈ മരം വന്ന് പതിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും സമയമായിട്ടും ഫയർഫോഴ്സിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ വീട്ടിൽ വന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഇങ്ങനെ അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുകയും ഉടൻ തന്നെ മരം മുറിച്ചു മാറ്റേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എന്തായാലും ഫയർഫോഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഇത്രയും നേരമായിട്ടും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഈ കുടുംബത്തിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് 7 പേര് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സിന്ധുവിൻ്റെ സഹോദരി കൂടിയായിട്ടുള്ള ബിന്ദു ഓപ്പറേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത മുറിയിൽ കഴിയുകയായിരുന്നു. ആ ഭാഗത്താണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അടുക്കള ഭാഗത്താണ് ഈ മരം വീണത്. തൊട്ടടുത്തായിരുന്നു ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ബിന്ദു കഴിഞ്ഞു വന്നിരുന്നത്. ഇത്രയും നേരമായി ഇപ്പോൾ ഏകദേശം 15 മണിക്കൂറുകൾ പിന്നിടുന്നു. ഇത്രയും നേരമായിട്ടും ഈ ഭാഗത്ത് ഇതുവരെയും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ഈ മരം മുറിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് തവണ അവർ വിളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. 7 പേർ ഈ കുടുംബത്തിൽ താമസിക്കുമ്പോൾ തന്നെ ഈ മരം വീണപ്പോൾ തന്നെ ആർക്കും തന്നെ ആളപായം ഉണ്ടായില്ല എന്ന് പറയുന്നത് ഏറെ ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. തലനാരിഴയ്ക്കാണ് ഇവരൊക്കെയും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത മുറി എന്ന് പറയുന്നത് ഷീറ്റിട്ട മുറിയാണ്. വീട് എന്ന് പറയുന്നത് ഒരു ഒറ്റ വരി തന്നെ ഒരു 2 ബെഡ്റൂമുകളുള്ള വീടാണ്. ഓടിട്ട വീടായിരുന്നു. ഓടിട്ട വീടാണെങ്കിലും ചോർച്ചയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ വീടിൻ്റെ മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. ഈ ഒരു മുറി മാത്രമാണുള്ളത്. തൊട്ടടുത്തുള്ള ഒരു മുറി എന്ന് പറയുന്നത് ഷീറ്റിട്ട ഒരു മുറിയാണ്. ഈ വീട്ടിൽ മുറിയിലാണ് ശരിക്കും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ബിന്ദുവും താമസിച്ചു വന്നിരുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള സിന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇന്നലെ ഈ രാത്രി അപകടം സംഭവിക്കുന്നത്? മരം നിങ്ങളുടെ തന്നെയാണോ? അമ്മക്കുള്ളതല്ല, അപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള മരമാണ്. അവരിപ്പോൾ മരം മുറിച്ചു മാറ്റാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സമീപിച്ചായിരുന്നു, അവർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? കാരണം ഇവിടെ എല്ലായിടത്തും മരം ഇത് 51ാമത്തെ ഇത് കേസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരാക്കോളൂ, വേറെ അടുത്ത് നിൽക്കുകയാണെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ഈ മരം വീഴുമ്പോൾ നിങ്ങൾ എല്ലാവരും വീടിനകത്തുണ്ടായിരുന്നു? നമ്മൾ അടുക്കള നിൽക്കുകയായിരുന്നു മോന് പാല് കാച്ചാൻ വേണ്ടി. 1 സെക്കൻഡ് വ്യത്യാസം മോൻ ഇങ്ങനെ ഓടി വരുമ്പോൾ ഞാൻ പറഞ്ഞു ചെവിര് ഇടിഞ്ഞ് വീഴും മോനൊക്കെ പറഞ്ഞത് ശ്രദ്ധിച്ചോണം, വീടൊക്കെ അപ്പുറത്ത് വീട് ഇടിക്കുന്ന സമയത്ത് ഇതിനൊക്കെ കുലുക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ടാർപോളിട്ട് ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെവിരിൻ്റെ അടുത്ത് നിൽക്കല്ലേന്ന് മോൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവിച്ചത്. എന്താ പറയുന്നത്? രാവിലെ വരാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വില്ലേജ് ഓഫീസിൽ പോയി അറിയിക്കാനും പറഞ്ഞു. നോക്കണം, ശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്തുണ്ട്. അതിതീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പൊക്കെ സംസ്ഥാനത്തെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയൊക്കെ ധാരാളം യോഗങ്ങൾ വിളിച്ചൊക്കെ അറിയിക്കുമ്പോഴും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ കൃത്യവിലോപവും വീഴ്ചയുമാണ് സംഭവിച്ചത്. ഒരു കുടുംബത്തിൽ 7 പേരാണുള്ളത്. അതിലൊരു സഹോദരി, സിന്ധുവിൻ്റെ സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇന്നലെ ഈ കുടുംബം രക്ഷപ്പെട്ടത്. വലിയ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടിലെ അമ്മമാരുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്. അവരെ സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എന്തായാലും സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലിൻ്റെ ഭാഗത്തും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത നിമിഷങ്ങളിൽ അവർക്ക് എവിടെ പോയി താമസിക്കണമെന്നുള്ള ആശങ്കയുണ്ട്. കാരണം കടബാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞൊരു സഹോദരി ഈ വീട്ടിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ ഈ ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോൾ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കേണ്ടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.